ഇനി KSRTC വാഹനങ്ങളിൽ ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഓൺലൈനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന സീറ്റിൽ സാധനം സർവ് ചെയ്യും. ഒരു സ്റ്റാർട്ടപ്പുകാർക്ക് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഇതിന്റെ വേസ്റ്റ് അതാത് അടുത്തടുത്ത സ്റ്റേഷനുകളിൽ അവർ തന്നെ ക്ലിയർ ചെയ്യും. നമ്മുടെ വേസ്റ്റ് കൂടെക്കകത്ത് എല്ലാ സംവിധാനം നമ്മൾ ഒരുക്കി. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിന്റെ പേരിൽ ഗണേഷ് കുമാറിന് എന്തിനോ പറ്റി എന്ന് പറഞ്ഞു. ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടോ ഒരു മാലിന്യമോ KSRTC വണ്ടി കാണിക്കാൻ പറ്റും. എന്നെ പറയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അതിലൊന്നും ഒരു നാണവുമില്ല. പക്ഷെ നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മാറ്റവുമില്ല. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കാണാനില്ല, ഒരു മാലിന്യവും കാണാനില്ല. ഡ്രൈവർക്ക് വെള്ളം കുടിക്കണോ, സൈഡിൽ എല്ലായിടത്തും ഹോൾഡർ വെച്ച് കൊടുക്കാൻ ഞാൻ എഞ്ചിനീയർമാരത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വെള്ളം വെക്കാം, അത് കുടിക്കാം, നല്ല വെള്ളം കുടിക്കാം. ഇനി മാത്രമല്ല KSRTC ബ്രാൻഡഡ് വാട്ടർ വരാൻ പോവുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് KSRTCയുടെ ലേബലിലുള്ള വെള്ളം വെളിയിൽ കിട്ടുന്നതിനേക്കാൾ 1 രൂപ കുറച്ച് KSRTC വണ്ടിയിൽ കൊടുക്കും. അതിൽ 2 രൂപ ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കൊടുക്കും. ഡ്രൈവർ കൂടെ കൊടുക്കണമല്ലോ, ഡ്രൈവർ കാഴ്ചക്കാരനായിട്ടിരുന്നാൽ പോരല്ലോ. ഈ KSRTCയിൽ ഡ്രൈവറോട് അനീതിയുണ്ട്. എന്റെ അച്ഛൻ പഴയ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ്. ഈ ഡ്രൈവർക്ക് പ്രമോഷനൊക്കെ വളരെ കുറവാണ്, കണ്ടക്ടറൊക്കെ കിട്ടാറുള്ളത്. അതുകൊണ്ട് ഈ ഡ്രൈവറെയും കൂടി നമ്മൾ പരിഗണിക്കണം എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് ഡ്രൈവർക്ക് പരമാവധി വെഹിക്കിൾ സൂപ്പർവൈസറെ ആവാൻ പറ്റും, പക്ഷെ ഡ്രൈവറെ പരിഗണിക്കാൻ ശരിയല്ല. അതുകൊണ്ട് 3 രൂപ ജീവനക്കാർക്കാണ്. ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ, വണ്ടിക്കകത്ത് വിൽക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ ഡ്രൈവർക്കും 2 രൂപ കണ്ടക്ടർക്കും കൊടുക്കും. യാത്രക്കാർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ MRPയേക്കാൾ 1 രൂപ കുറച്ച് വെള്ളം കൊടുക്കും. അപ്പൊ കുടിക്കാൻ വേനൽക്കാലം വരെയാണ്, ഉടൻ ആരംഭിക്കുകയാണ്. KSRTCയുടെ ലേബലിലാണ് സാധനം വരുന്നത്. KSRTC വേറെ കമ്പനിക്കാരുണ്ടാക്കുന്നത്, പക്ഷെ KSRTCക്ക് ലേബൽ ചെയ്ത് തരും. KSRTCയുടെ ലേബൽ. കാരണം വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ നമ്മളെ പിടിക്കരുതല്ലോ, അവരെ പിടിച്ചോളൂല്ലോ. ലൈസൻസ് അവരുടേതാണല്ലോ, നമ്മളെ പടം മാത്രമല്ലേ ഉള്ളൂ KSRTCയുടെ. അപ്പൊ അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. കാരണം KSRTC കൊണ്ടൊന്ന് കിണീച്ച് അടിക്കരുതല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഡബിൾ ഡക്കർ ടൂറിസത്തിന് ഒരു വലിയ അട്രാക്ഷൻ. ഇന്ന് മൂന്നാറെന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ ആദ്യം വരുന്നത് ഈ ഡബിൾ ഡക്കറാണ്. ഇതിന്റെ നിറം, പുതിയ നിറം സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. നല്ല മനോഹരമായ കിളി ഇരിക്കട്ടെ, ലോകത്തെല്ലാവരും ആകർഷണം നോക്കുന്ന ഒരു നല്ല മനോഹരമായ പക്ഷിയെ സ്റ്റിക്കർ ഒട്ടിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഇത് കാണുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കാണുമ്പോൾ പലരും വിചാരിച്ചേക്കുന്നത്, എന്നോട് അശോക് ലൈലിന്റെ കമ്പനിക്കാര് ഞാനും പ്രമോദുമായിട്ട് ചർച്ചയിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചത്, സാർ ഇത് ബോംബെയിലാണോ ചെയ്തത് ഡൽഹിയിലാണോ എന്നാണ് ചോദിച്ചത്. കേരളത്തിലാണ് ചെയ്തത്. പാപ്പനംകോട്ടെ മിടുമിടുക്കന്മാരായ എഞ്ചിനീയർമാരും വർക്കേഴ്സും കൂടിയാണ് ചെയ്തത്. ഇതും മറ്റേ ബസ്സും രണ്ടും KSRTC ജീവനക്കാരുടെ അഭിമാനകരമായ നേട്ടമായി ഞാൻ കാണുന്നു. അതില് ഉണ്ണികൃഷ്ണനാണ് നേതൃത്വം കൊടുത്തത്.